പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഈശോ സഹിച്ച പീഡകളെ ഒന്ന് ഓർക്കാം. ഈശോ നമുക്ക് വേണ്ടിയാണല്ലോ കുരിശുമരം ചുമന്നതും മുൾമുടി അണിഞ്ഞതും പീഡകൾ സഹിച്ചതും കുരിശുമരണം വരിച്ചതും. ആ സ്നേഹത്തോളം ഒരു സ്നേഹവും വരത്തില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് സ്നേഹിച്ചു. അവസാനം വരെ ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചു. ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരിന് കാരണം ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം അങ്ങ് കുരിശുമരണം വരിച്ചത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയല്ലയോ? അങ്ങയുടെ മരണം മൂലം അമ്മയുടെ കണ്ണുകളിൽ നിന്നും പൊടിഞ്ഞ ഓരോ തുള്ളി കണ്ണുനീരിനും കാരണം ഞങ്ങൾ ഓരോരുത്തരും തന്നെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കും വേദനകൾ ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ സഹിക്കുവാൻ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് ശക്തി തരണമേ. തന്നെ ക്രൂശിച്ചവരോട് പോലും ക്ഷമിക്കുകയും പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ. ഞങ്ങൾക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം മറന്ന് അങ്ങേപ്പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ആമേൻ.